കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തിയിലെ മതമ്പയിലെ തോട്ടം തൊഴിലാളി പുരുഷോത്തമനാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഈ പ്രദേശത്ത് ഏറെ നാളായി കാട്ടാന സാന്നിധ്യമുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 5 മാസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തിയ പെരുവന്താനത്തിന് സമീപമുള്ള മതമ്പയിലാണ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞത്. കൊണ്ടോട്ടി എസ്റ്റേറ്റിൽ മകനൊപ്പം ടാപ്പിങ്ങിനെത്തിയതായിരുന്നു കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമൻ. വനത്തിൽ നിന്നിറങ്ങിയ കാട്ടാന തോട്ടത്തിലൂടെ പുരുഷോത്തമനെയും മകനെയും ഓടിച്ചു. കാൽ വഴുതി വീണ പുരുഷോത്തമനെ കാട്ടാന കൊന്നു. നാട്ടുകാർ ബഹളം വെച്ച് കാട്ടാനയെ തുരത്തിയെങ്കിലും ആശുപത്രിയിലെത്തിക്കും മുമ്പ് പുരുഷോത്തമൻ മരിച്ചു. ഒരാഴ്ചയിലേറെയായി സമീപ പ്രദേശങ്ങളിൽ കാട്ടാന പരത്തുന്ന ഭീതി ചെറുതല്ല. ഈ വിവരം എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ പ്രദേശവാസികൾ അറിയിച്ചതുമാണ്. കാട്ടാന ആക്രമണങ്ങളിൽ നഷ്ടപരിഹാരം നൽകി സർക്കാർ കൈകഴുകുകയാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അതിദാരുണമായ സംഭവത്തിൽ നമുക്കെല്ലാവർക്കും വേദനയുണ്ട്. വന്യജീവി സംഘർഷം കുറച്ചു കൊണ്ടുവരുന്നതിന്, അതിൻ്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കുന്നതിന് കുറേ കൂടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ പ്രയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുരുഷോത്തമന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 തൊടുപുഴ.